പട്ടാപ്പകൽ നടന്ന ബാങ്ക് കവർച്ചയുടെ ഞെട്ടലിലാണ് കേരളം. തൃശൂർ ചാലക്കുടി പോട്ടയിൽ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലാണ് കവർച്ച നടന്നത്. കൗണ്ടറിലെത്തിയ അക്രമി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയും ഗ്ലാസ് തല്ലി തകർത്തുമാണ് കവർച്ച നടത്തിയത്. 15 ലക്ഷം രൂപ മോഷണം പോയി എന്ന പ്രാഥമിക നിഗമനം. ബൈക്കിലാണ് മോഷ്ടാവെത്തിയത്. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. ബാങ്കിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ആളാണ് കവർച്ച നടത്തിയതെന്ന് തൃശൂർ റൂറൽ SP പറഞ്ഞു. ടേബിളിൽ നിരത്തിവെച്ച 45 ലക്ഷം രൂപയിൽ നിന്നാണ് 15 ലക്ഷം കവർന്നെടുത്തത്. വാഹനത്തെക്കുറിച്ചും കവർച്ചയ്ക്ക് ശേഷം മോഷ്ടാവ് സഞ്ചരിച്ച വഴികളെക്കുറിച്ചും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2:12 അയാൾ വന്നു. ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്ന ആൾ. ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ അകത്തായിരുന്നു. നമ്മൾ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി, നൈഫ്, അത് പിയൂണിനെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന 15 ലക്ഷത്തോളം രൂപ 3 ബണ്ടിലെടുത്ത് പോയി. ജേസൺ ചാമോളപ്പിള്ളിയുടെ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് കൊച്ചിയിലേക്കാണ് എന്ന് പറയുന്നു. പ്രതി ആരാണ് എന്ന് കൃത്യമായി ഇപ്പോൾ പോലീസിന് മനസ്സിലായി കഴിഞ്ഞോ? എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്? സ്മൃതി, ഇന്ന് ഏകദേശം പട്ടപകൽ ഉച്ചയ്ക്ക് 2:10 തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്തുള്ള പോട്ടയിലെ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ കവർച്ച നടക്കുന്നത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരാൾ ചെറിയ കത്തിയുമായി എത്തി ബാങ്കിനകത്തേക്ക് കയറുകയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും 2 ജീവനക്കാരെ സമീപത്തുള്ള ടോയ്ലറ്റിൽ അടച്ച് ഇടുകയും അതിനുശേഷം പണമെടുത്ത് പോവുകയുമായിരുന്നു ചെയ്തത്. ഏകദേശം 15 ലക്ഷം രൂപയാണ് ഇയാൾ കവർന്നതെന്നാണ് റൂറൽ SP ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, 45 ലക്ഷത്തിൻ്റെ ബണ്ടിലുകൾ ഒരു ടേബിളിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് 3 ബണ്ടിലുകൾ മാത്രമാണ് ഈ കവർച്ച ചെയ്ത അയാൾ എടുത്ത് ബാഗിലിട്ട് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായത്. ഇതേ സമയം 2 ജീവനക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. സംഭവ സ്ഥലത്തുണ്ടായിരുന്നതിനപ്പുറത്ത് ഭക്ഷണം കഴിക്കാൻ അടുത്ത ഒരു റൂമിൽ മറ്റു ജീവനക്കാരുണ്ടായിരുന്നു. ഒരാൾ പുറത്തുണ്ടായിരുന്നു. ഏതായാലും പോലീസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രധാനമായും 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോലീസിൻ്റെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, എത്തിയ സ്കൂട്ടറിനെ സംബന്ധിച്ച വിവരം. വളരെ ആത്മവിശ്വാസത്തോടു കൂടി ചെറിയ സ്കൂട്ടറിൽ എത്തി 15 ലക്ഷം രൂപ കവരുക എന്നത് സാമാന്യഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. അത്രയും വളരെ എളുപ്പത്തിൽ കവർച്ച നടത്തി 2.5 മിനിറ്റ് മാത്രമാണ് കവർച്ചയ്ക്ക് അയാൾ എടുത്തതെന്നാണ് റൂറൽ SP വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കറിക്കത്തി ഉപയോഗിച്ചാണ് ഈ കവർച്ച നടത്തിയതെന്നാണ് റൂറൽ SP വ്യക്തമാക്കുന്നത്. അതോടൊപ്പം എന്തുകൊണ്ടാണ് ഈ 45 ലക്ഷം രൂപ നിരന്നിരിക്കുമ്പോൾ 15 ലക്ഷം രൂപ മാത്രം അയാൾ എടുത്തതെന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കവർച്ച നടത്തിയാൽ പോയ വഴികളെ സംബന്ധിച്ച ഒരു സൂചന പോലീസ് ലഭിച്ചിട്ടുണ്ട്. യാത്ര ചെയ്ത വാഹനത്തെക്കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. ജീവനക്കാരെ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ജില്ലയിലെ വിവിധ മേഖലകൾ, ദേശീയപാതയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വാളയാറിലും പോലീസ് വിശദമായ വാഹനങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസുള്ളത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശം, ദേശീയപാതയോട് ചേർന്ന സ്ഥലം, ചുറ്റും നിരവധി കടകൾ. ഈ സംവിധാനത്തിൽ ഈ ബാങ്കുമായി അടുത്ത് പരിചയമുള്ള ഒരാളാണ് ഈ കവർച്ച നടത്തിയതെന്ന സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇയാൾ ഹിന്ദിയാണ് സംസാരിച്ചതെന്നാണ് പ്രധാനമായി റൂറൽ SP വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അയാൾ മറ്റു സംസ്ഥാനക്കാരനാണെന്ന ഒരു വ്യക്തത ഒന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഹിന്ദിയാണ് അയാൾ സംസാരിച്ചത്, മലയാളം സംസാരിച്ചിട്ടില്ല. അന്യസംസ്ഥാനക്കാരനാകാം ഈ കവർച്ചയ്ക്ക് പിന്നിൽ നടക്കമുള്ള വിലയിരുത്തലും പോലീസിനുണ്ട്. പക്ഷേ ഈ ബാങ്കുമായി അടുത്ത അറിയാവുന്ന ഒരാളാണ് ഈ കവർച്ച നടത്തിയെന്ന ആദ്യ സൂചന ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ബാങ്കിലെത്തുകയും ഇത് സംബന്ധിച്ച നിരീക്ഷണങ്ങൾ നടത്തിയ ശേഷമാണ് ഇത്തരം ഒരു കവർച്ചയ്ക്ക് പ്ലാൻ ചെയ്തതും. ഒരു സ്കൂട്ടറിലെത്തി വളരെ ഭംഗിയായി വളരെ ശാന്തമായി ബാങ്കിലേക്ക് കയറി 2 ജീവനക്കാരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തുന്നു. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ബാത്റൂമിലേക്ക് ഇവർ 2 പേരെയും കയറ്റുന്നു. അതിനുശേഷം ആ ബാത്റൂം പൂട്ടിയിടുന്നു. സമീപത്തെ ക്യാഷ് കൗണ്ടറിൻ്റെ ചില്ല് തകർക്കുന്നു. ഉള്ളിലേക്ക് കയറുന്നു. താൻ കൊണ്ടുവന്ന ബാഗിലേക്ക് 15 ലക്ഷം ഇടുന്നു. വളരെ ഭംഗിയായി തന്നെ അയാൾ പുറത്തേക്ക് പോകുന്നു. ഇതാണ് സംഭവിച്ചത്. പോലീസ് വലിയ ആത്മവിശ്വാസത്തിൽ എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കാനാകുമെന്ന് സ്മൃതി.